ഗ്രേഡ് എക്സൈസിന്റെ പ്രസന്റ് സർവീസ് ഓഫീസർ ആയിട്ടുള്ള ശ്രീ അബ്ദുൽ ബാസിൽ സാറ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ അറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ എന്റെ ക്ഷണം ചെയ്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മലയാള സിനിമയുടെ നമുക്കറിയാം ഒരുപാട് സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള സിറ്റി പോലീസ് എന്ന് പറഞ്ഞ നമ്മുടെ സുരേഷ് ഗോപി, തൃശ്ശൂരിന്റെ സ്വന്തം MP ശ്രീ സുരേഷ് ഗോപി സാറിനെ വെച്ച് സിനിമ സംവിധാനം ചെയ്ത് നല്ലൊരു വിജയം കൈവരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വേണുദി നായർ സാർ വന്നിട്ട് അതിന്റെ ആദരവ് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ശിവചേട്ടൻ അറിയാത്തവരാരുമില്ല, നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശിവചേട്ടൻ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. എന്റെ നിരവധി പ്രൊജക്ടുകളിൽ ശിവചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ശിവചേട്ടൻ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. ശിവചേട്ടനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് താരം അറിയാലോ, നമ്മുടെ രജിത്തേട്ടൻ. ഈ കാരണം ഞങ്ങള് എല്ലാ സിനിമകളും ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ഡിസ്കഷൻ പതിവാണ്. അപ്പോ ഈ ബിഗ് ബോസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിരവധി സിനിമകളിൽ അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ അദ്ദേഹത്തിന് വലിയൊരു വിജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ഞാൻ പറഞ്ഞപ്പോ ധൈര്യമായിട്ട് ഞാൻ ഈ സിനിമ ഒന്ന് ചെയ്യാമെന്ന് എന്നോട് വാക്ക് പറയുകയും മുന്നോട്ട് വരികയും ചെയ്ത ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള ശ്രീ രജിത് കുമാർ സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മുടെ കഴിഞ്ഞിടെ നമ്മളെ വിട്ട് പറഞ്ഞ നമ്മുടെ സുനിച്ചേട്ടന്റെ ഭാര്യ ശ്രീ രേണു ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ രേണുന്ന് വിളിക്കാം, ഞാൻ ഒരു ആദരപൂർവ്വം രേണു ചേച്ചി എന്ന് വിളിക്കുന്നു. രേണു ചേച്ചി ഞാൻ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദേട്ടൻ ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ മറ്റൊരു അഹങ്കാരാണ്. നന്ദേട്ടനെ അറിയാത്തവരാരുമില്ലേ, അത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് നന്ദേട്ടന്. എല്ലാ പടത്തിലും, എന്റെ മിക്ക പടത്തിലും നന്ദേട്ടൻ ഉണ്ടായിരുന്നു. എല്ലാ പടത്തിലും ഉണ്ട്. അല്ല, ഒരു പടത്തില് 10ാം ക്ലാസ്സിൽ പ്രണയം ഒഴികെ ബാക്കിയുള്ള സിനിമയിലും അദ്ദേഹം ഉണ്ട്. അപ്പൊ നന്ദേട്ടനെ ഞാൻ ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ശിവചേട്ടന്റെ പ്രിയപുത്രൻ സൂര്യലാൽ ശിവജി ഇതിലൊരു പ്രധാന നായകന്മാരിൽ ഒരാളായിട്ടാണ് പ്രധാന വേഷം ചെയ്യുന്നത്. സൂര്യലാൽ ശിവജിയെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനയുടെ ഞങ്ങളുടെ ടീം തൃശ്ശൂർ ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ടീം തൃശ്ശൂരിന്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളറും നടനുമായിട്ടുള്ള ശ്രീ ജോൺസൺ മഞ്ഞളി ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാള സിനിമയിലും അതുപോലെ തന്നെ നിരവധി അവാർഡുകൾ, നോവലുകളൊക്കെ എഴുതിച്ചേർന്ന് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള അമയ പ്രസാദ് എത്തിച്ചേർന്ന അമയനെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രത്യേക, ഞാൻ സ്റ്റാർട്ടിന്റെ ഇടയിൽ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. ഇപ്പൊ തുടങ്ങി വെച്ച് ശരിക്കും ഇങ്ങനെ ഇടയിലാക്കുന്നില്ല, തുടക്കത്തിലെ പറയാം. അത് ഈ സിനിമയുടെ മറ്റൊരു നായക കഥാപാത്രമായിട്ടുള്ള എൻ്റെ ഒരു കസിൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അനുജനും കൂടെ ആയിട്ടുള്ള ശ്രീ അനിരുദ്ധ് പാലേരിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു പരിചയപ്പെടുത്തുന്ന താരം പുതിയൊരു നായികയാണ്. പുതിയൊരു നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചങ്ങന്നൂരിന്റെ മണ്ണിൽ നിന്ന് നമ്മളൊരു നായികനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്താ പറയാ, നല്ലൊരു ഡാൻസറാണ് രാഖി രാകേഷിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ ചങ്ക് ബ്രദറായിട്ടുള്ള നമ്മുടെ, ഞങ്ങള് ഇപ്പോഴും നല്ല വർഷങ്ങളെല്ലാം പരിചയമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് പടം ചെയ്യുമ്പോഴും അവരില്ലെങ്കിൽ പോലും എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരു കൂട്ടുകാരാണ്. പ്രിയപ്പെട്ട ജോമോൻ അറിയാത്തവരാരില്ലെന്ന് തോന്നുന്നു. ജോമോൻ ജോഷി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫിലിംസ് പ്രദേശിലെ നമ്മുടെ അവിടെ പോയി ഇവര് നായകന്മാരിൽ ഒരാളാണ്, രണ്ടുപേരാണ്. ഒരു സൈലന്റ് കൊടുക്കുക, ഒരു സൈലന്റ്. അപ്പൊ വിമലിനെയും ഞാൻ ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു